ഫ്രാൻസിസ് നൊറോണ. ആലപ്പുഴയിൽ ജനനം. ആലപ്പുഴ സനാതന ധർമ്മ വിദ്യാലയം, ആലപ്പുഴ NSS കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. ആനുകാലികങ്ങളിൽ കഥകൾ എഴുതുന്നു. തൊട്ടപ്പൻ എന്ന കഥാസമാഹാരത്തിന് പ്രഥമ ചെമ്പിൻ ജോൺ പുരസ്കാരവും സാഹിത്യ സ്മാരക സാഹിത്യതീരം പുരസ്കാരവും TV കൊച്ചുബാവ പുരസ്കാരവും ലഭിച്ചു. മഞ്ഞ പുസ്തകം, മുടിയറകൾ എന്നിവയാണ് മറ്റു പ്രധാന പുസ്തകങ്ങൾ. VK ജോബിഷ്. കലാനിരൂപകൻ, അധ്യാപകൻ എന്നീ നിലകളിൽ പ്രശസ്തൻ. സിനിമ, സാഹിത്യം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലേഖനങ്ങളും അഭിമുഖങ്ങളും അദ്ദേഹത്തിൻ്റെതായി ആനുകാലികങ്ങളിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും സ്ഥിരമായി പ്രസിദ്ധീകരിക്കാറുണ്ട്. ഏവർക്കും വേദിയിലേക്ക് സ്വാഗതം. Attention book lovers, don't forget to visit the author signing area to get your copies personalized. സെഷൻ ആരംഭിക്കാവുന്നതാണ്. അയർലൻഡിൻ്റെ തലസ്ഥാനമാണ് ഡബ്ലിൻ. ഡബ്ലിനിൽ ജനിച്ച വിഖ്യാതനായ എഴുത്തുകാരൻ സാമുവൽ ബക്കറ്റ് വെയ്റ്റിംഗ് ഫോർ ഗോദോ എഴുതിയ, നോബൽ പ്രൈസ് നേടിയ സാമുവൽ ബക്കറ്റ് മാർഗരീറ്റ് ഡ്യൂറാസിൻ്റെ ആത്മാംശമുള്ള മാസ്റ്റർ പീസ് നോവലുകളിലൊന്നായ ദ ലവർ വായിച്ചതിന് ശേഷം ഇങ്ങനെ അടയാളപ്പെടുത്തി: ദ സ്ട്രോങ്ങസ്റ്റ് ആൻഡ് മോസ്റ്റ് വയലൻ്റ് എന്ന്. മലയാള നോവൽ സാഹിത്യത്തിലെ മോസ്റ്റ് വയലൻ്റ് റൈറ്റേഴ്സിനൊപ്പമാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. 8ാമത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ് അസാധാരണമാം വിധം അതിഗംഭീരമാക്കാൻ കോഴിക്കോട് കടപ്പുറത്ത് എത്തിച്ചേർന്ന കേരളത്തിൻ്റെ സാംസ്കാരിക മനസ്സിനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി നമുക്ക് ആരംഭിക്കാം. ഫ്ലോറിഡയിൽ നിന്ന് ബർമുഡയിലേക്ക്, കിഴക്കുള്ള ബർമുഡ ദ്വീപിലേക്ക് ഒരു രേഖ, അവിടെ നിന്ന് പൊർട്ടോറിക്ക ദ്വീപിലേക്ക് മറ്റൊരു രേഖ, അവിടെ നിന്ന് തിരിച്ച് ഫ്ലോറിഡയിലേക്ക് മറ്റൊരു രേഖ. ഈ സാങ്കല്പിക ത്രികോണത്തെ നാം ബർമുഡ ട്രയാങ്കിൾ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. മലയാളത്തിൽ കാക്കനാടൻ ആ പേരിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട്. ബർമുഡ ട്രയാങ്കിളിലേക്ക് അടുക്കുന്ന കപ്പലുകളും അതിന് മുകളിലൂടെ പറന്നു പോകുന്ന വിമാനവും അപ്രതീക്ഷിതമായി അപ്രത്യക്ഷമാകുന്ന ഒരനുഭവമുണ്ട്. ഇങ്ങനെ അജ്ഞാതമായ മണ്ഡലത്തിലേക്ക് കപ്പലുകളും വിമാനങ്ങളും ഇല്ലാതാക്കപ്പെടുന്നത് ഈ ത്രികോണത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് എന്ന് പറയാറുണ്ട്. ഇവിടെ അജയ് പി മാങ്ങാട്ടിൻ്റെ ദേഹത്തെയും ഷീല ടോമിയുടെ ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവലിനെയും ഫ്രാൻസിസ് നൊറോണയുടെ മുടിയറകളെയും ചേർത്ത് ഒരു ബർമുഡ ട്രയാങ്കിൾ സങ്കല്പിച്ചാൽ
അധികാരത്തിൻ്റെ വ്യത്യസ്തമായ അധികാരങ്ങളെ മതത്തിൻ്റെ, രാഷ്ട്രീയത്തിൻ്റെ, ഭരണകൂടത്തിൻ്റെ ഒക്കെ നാം നിർമ്മിച്ചിട്ടുള്ള പലതരം അധികാര രൂപങ്ങൾക്ക് കടക്കുവാൻ പ്രയാസമുള്ള ഒരു രേഖ. അധികാരവും സമകാലിക നോവലും എന്ന ശീർഷകത്തിന് കീഴിൽ സംസാരിക്കുമ്പോൾ തീർച്ചയായും അജയ് പി മാങ്ങാട്ടിൽ നിന്ന് ഷീല ടോമിയിലേക്കും, ഷീല ടോമിയിൽ നിന്ന് ഫ്രാൻസിസ് നൊറോണയിലേക്കും ഒരു സാങ്കല്പിക വര വരച്ച് ഞാൻ ഈ സെഷൻ്റെ ആദ്യ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ദേഹം എന്ന ഈ നോവലിൻ്റെ കവറ് തന്നെ നിങ്ങൾ ഒരുപക്ഷെ വായിച്ചവർക്കും ഇത് കാണുന്നവർക്കും ഒരു അധികാര രൂപത്തിൻ്റെ ഒരു ചിത്രണമാണ് ഈ കവറിൽ. നിയമമാണ് അജയ് പി മാങ്ങാട്ടിൻ്റെ ആയുധം. ഒരു എൻകൗണ്ടർ പോലീസ് ഓഫീസർ നിരപരാധിയായ ഒരു സ്ത്രീയെ കൊല്ലുകയും അവരുടെ ആത്മാവുമായി നടത്തുന്ന വിനിമയവുമാണ് ഈ നോവൽ ആഖ്യാനത്തിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ നീതിയെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, കരുണയെക്കുറിച്ച്, കലയെക്കുറിച്ചൊക്കെ ആലോചിക്കാവുന്ന നിലയിലേക്ക് ആ നോവൽ വളരുകയാണ്. തീർച്ചയായും ഞാൻ വിചാരിക്കുന്നത് ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് തന്നെ പോലീസ് ഓഫീസർ കേരള ഏജൻസിയുടെ ഒരു അദൃശ്യ സേനയായി വർക്ക് ചെയ്യുകയും 8 വർഷത്തോളം പലതരം കൊലപാതകങ്ങൾ, കയ്യേറ്റങ്ങൾ നടത്തുകയും ചെയ്ത കഥാപാത്രങ്ങളുടെ ഓർമ്മകളിലൂടെയൊക്കെയാണ് സഞ്ചരിക്കുന്നത്. ഇങ്ങനെ ഒരു നോവൽ ആഖ്യാനത്തിലേക്ക് ഒരു അധികാരം മനുഷ്യനോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ദീർഘകാലത്തെ അനുഭവങ്ങളും സമീപകാലത്തെ പലതരം വ്യാജ ഏറ്റുമുട്ടലുകളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ഒരു നോവൽ പ്രേരണയിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക എന്ന് ഞാൻ കരുതുന്നു. അജയ് പി മാങ്ങാട്ട് തൻ്റെ ആ നോവൽ ആഖ്യാനത്തിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണകൂടം, അതിൻ്റെ രാഷ്ട്രീയം എങ്ങനെയാണ് സാമാന്യ മനുഷ്യരുടെ മേൽ ഒരു അധികാര രൂപം എങ്ങനെയാണത് പെയ്ത് തീർത്തുകൊണ്ടിരിക്കുന്നത് എന്ന സംസാരവും ചേർത്ത് വെച്ച് നമുക്ക് ഈ സംഭാഷണത്തിലേക്ക് അജയ് സാറെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ദേഹം എന്ന നോവലിനെ മുൻനിർത്തിയിട്ടാണ് ചോദ്യം. ഇതിൽ നമ്മുടെ ഈ ഇന്നത്തെ വിഷയം ഒരു അധികാര പ്രതിരോധം എന്നുള്ളതാണ്. അതിനകത്തൊരു കുഴപ്പമുണ്ട് അല്ലേ? അതിനകത്തൊരു കുഴപ്പമുണ്ട്. അധികാര പ്രതിരോധം എന്ന് പറഞ്ഞാൽ അധികാരത്തെയാണോ പ്രതിരോധിക്കേണ്ടതെന്ന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ന്യായമായിട്ട് സംശയം വരും. എഴുത്തുകാർ അധികാരത്തെ പ്രതിരോധിക്കേണ്ടവരാണോ എന്നൊരു സംശയം അതിനകത്ത് വരാം. അധികാര പ്രതിരോധം എന്ന് പറഞ്ഞാൽ അധികാരത്തിനെതിരായ മനുഷ്യരുടെ പ്രതിരോധം എന്നുള്ള അർത്ഥത്തിലായിരിക്കണം ആ സബ്ജക്റ്റ് വന്നിട്ടുള്ളത് എന്നെനിക്ക് തോന്നുന്നു. ഈ നോവലിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ശരിക്കും ഈ നോവൽ രൂപം കൊണ്ടിട്ടുള്ളത്. ഇതിനകത്തൊരു ഇന്ത്യൻ സാഹചര്യം ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ലോകത്തിലെ ഏത് സ്ഥലത്തിരുന്ന് വായിക്കുന്ന ആളുകൾക്കും അവരുടെ നാട്ടിലെ മനുഷ്യരുടെ നിസ്സഹായാവസ്ഥയെ ഈ നോവലിൽ അനുഭവിക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളൊരു പ്രത്യേക സ്ഥലമോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നും പറയുന്നില്ല. എൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ഒരു കഥ അങ്ങ് പറഞ്ഞു തീർക്കുക എന്നുള്ള ഒരു രീതിയിൽ അല്ല ഞാൻ നോവലുകൾ എഴുതുന്നത്. ഇപ്പം നമ്മളൊരു അധികാരത്തിൻ്റെ ഇത് പറയുമ്പോൾ തന്നെ ഭരണകൂട അധികാരം മാത്രമല്ല, ഭാഷയ്ക്കകത്ത് വളരെ ശക്തമായിട്ടുള്ള അധികാരമുണ്ട്. അതായത് ഓരോ ഭാഷയിലും അതത് കാലത്ത് ഉള്ള വളരെ ഡോമിനൻ്റായിട്ടുള്ള സെൻസിബിലിറ്റി, വളരെ മേധാവിത്വ ശക്തിയുള്ള ഒരു ഭാവുകത്വം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയ എഴുത്തുകാരൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ ഒരു പുതിയ രചന നടത്തുമ്പോൾ ആദ്യം ചെയ്യേണ്ട പ്രതിരോധം ഈ നിലവിലുള്ള ഈ ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ഭാഷയിലെ അധികാരത്തോടാണ് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് അത് വാസ്തവത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന ഭരണകൂട അധികാരമായാലും
മറ്റ് രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള മറ്റേത് അധികാര രൂപത്തോടുള്ള ഒരു പ്രതികരണമായിട്ട് ഫിക്ഷൻ അല്ലെങ്കിൽ നോവൽ തീരുള്ളൂ എന്നെനിക്ക് തോന്നുന്നു. ഇതിൽ ഈ ദേഹം എന്ന നോവലിൽ ഇത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇത് വളരെ സട്ടിലായിട്ടാണ് ഇതിനകത്തൊരു അധികാരം പ്രവർത്തിക്കുന്നത്. ഈ പോലീസുകാരൻ ഒരു ക്രൈം ചെയ്ത ആൾ തന്നെ അയാളുടെ ഇരയോട് നടത്തുന്ന, അല്ലെങ്കിൽ ആ ഇര അയാളോട് നടത്തുന്ന ഒരു സംഭാഷണത്തെ ഒരൊറ്റ ആഖ്യാനമായിട്ട് അവതരിപ്പിക്കുകയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് വായനക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വായനക്കാരന് ഇതിൻ്റെ ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ അയാൾ നേരിടാൻ പോകുന്ന ഒരു വലിയ പ്രശ്നം അതായിരിക്കും. ഇതിനകത്ത് ആരാണ് സംസാരിക്കുന്നത്? ഇതിനകത്ത് ഈ ക്രിമിനലായിട്ടുള്ള ഈ പോലീസ് ഓഫീസറാണോ സംസാരിക്കുന്നത്, അതോ അയാൾ ഇല്ലാതാക്കിയ നിരപരാധിയായിട്ടുള്ള ആ സ്ത്രീയാണോ സംസാരിക്കുന്നത്, അതോ ഓദർ തന്നെയാണോ സംസാരിക്കുന്നത് എന്നുള്ള ഒരു സംശയം വരും. എനിക്ക് തോന്നുന്നത് ഭാഷയിൽ ഏറ്റവും സൂക്ഷ്മമായ തലത്തിൽ ഈ അധികാരം മനുഷ്യരിൽ ഏൽപ്പിക്കുന്ന നിസ്സഹായത പ്രകടിപ്പിക്കുമ്പോഴാണ് അത് ശക്തമാകുന്നത് എന്നെനിക്ക് തോന്നുന്നു. വേറെ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ, നമ്മൾ ബഷീറിൻ്റെ ശബ്ദങ്ങൾ എന്നുള്ള നോവല് നമ്മൾ വായിക്കുമ്പോൾ അത് എഴുതപ്പെട്ട കാലത്ത് ആ തരത്തിലൊരു ആഖ്യാന രീതിയോ ആ രീതിയിലുള്ള ഒരു ആവിഷ്കാര രീതിയോ മലയാള സാഹിത്യത്തിൽ ഉണ്ടായിരുന്നില്ല. ആ കാലത്തെ വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു രീതിയോട് കലഹിച്ചുകൊണ്ടാണ് ബഷീർ ശബ്ദങ്ങൾ എഴുതിയത്. ആ ശബ്ദങ്ങളുടെ പ്രമേയം തന്നെയും വളരെ കലാപഭരിതമായിട്ടുള്ളൊരു പ്രമേയമായിരുന്നു. പക്ഷേ പ്രത്യക്ഷത്തിൽ ബഷീർ താൻ എന്തെങ്കിലും കലാപം നടത്തുകയാണോ, വലിയൊരു ഇത് നടത്തുകയാണെന്നുള്ള ഒരു ഭാവം എഴുത്തുകാരനുണ്ടായിരുന്നില്ല. ഞാൻ വെച്ചാൽ നമ്മളൊരു പുതിയ നോവൽ എഴുതുമ്പോൾ നമുക്ക് പിന്തുടരാവുന്ന ഒരു സംഗതി ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. ദേഹത്തിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് തരത്തിലുള്ള ഫേക്ക് എൻകൗണ്ടറും ഫേക്കായിട്ടുള്ള കേസുകളും പല രീതിയിലുള്ള ഭരണകൂട ഭീകരതകൾ നടക്കുന്നുണ്ട്. കാരണം അധികാര രൂപങ്ങളിൽ ഏറ്റവും ശക്തമായിട്ടുള്ളത് ഗവൺമെൻറ്റാണ്, ഏറ്റവും ശക്തമായിട്ടുള്ളത് ഭരണകൂടത്തിൻ്റെ അധികാരമാണ്. അതിന് താഴെ ബാക്കി എല്ലാ അധികാര രൂപങ്ങളും വരികയുള്ളൂ. അത് വളരെ സൂക്ഷ്മതലത്തിലാണ് പ്രവർത്തിക്കുകയും ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ രീതിയിൽ ഇരകളാക്കപ്പെടുന്നവർക്ക് ഒരു വോയിസ് കിട്ടാറില്ല ഒരിടത്തും. നമ്മുടെ ഒരു മുഖ്യധാര മാധ്യമങ്ങളിലാണെങ്കിലും മറ്റു രീതി നമ്മുടെ ചിന്തകളിലാണെങ്കിലും ഒരിക്കലും നമുക്ക് ആ വോയിസ് കിട്ടില്ല. ഒരു ഫിക്ഷൻ എഴുതുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു നോവൽ എഴുതുന്ന ഒരാൾ എന്ന നിലയിൽ അത്തരത്തിലുള്ള ഒരു നിസ്സഹായമായിട്ടുള്ള ഇരയാക്കപ്പെട്ട ഒരാളുടെ വോയിസ് ഒരു നോവലിൻ്റെ രൂപത്തിൽ അവതരിപ്പിക്കാനാണ് ശരിക്കും ഈ ദേഹത്തിൽ ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. വയനാടിൻ്റെ ജൈവ വൈവിധ്യങ്ങളിലേക്ക് കുടിയേറി പാർത്ത മനുഷ്യരുടെ ജീവിതവും അവിടെ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട ആദിവാസികളെക്കുറിച്ചും ഒക്കെ ഭാവന ചെയ്ത് എഴുതപ്പെട്ട കൃതിയായിരുന്നു ഷീല ടോമിയുടെ വല്ലി. അതിന് ശേഷം ആ വല്ലി തന്നെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും പിന്നീട് JCB പുരസ്കാരത്തിൻ്റെ ഫൈനൽ ലിസ്റ്റിലേക്ക് ജാവേദ് ഖാലിദിനൊപ്പവും ഗീതാഞ്ജലി ശ്രീയോടൊപ്പവും പരിഗണിക്കപ്പെടുകയും ഒക്കെ ചെയ്തതാണ്. അവിടെ നിന്ന് വീണ്ടും മറ്റൊരു നോവൽ, ആ നോവലാണ് എൻ്റെ കയ്യിലുള്ളത്, ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന്. ഒരർത്ഥത്തിൽ വയനാടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട ആദിവാസി ഭൂപടത്തിൽ നിന്ന് അത് കുറച്ചുകൂടി വിശാലമായ ക്യാൻവാസിൽ ഇസ്രയേൽ പലസ്തീൻ സംഘർഷ ഭൂപടത്തിലേക്ക് തൻ്റെ നോവൽ ആഖ്യാനം മാറുകയും നിസ്സഹായരായ നിരാലംബരായ ആട്ടിയോടിക്കപ്പെടുന്ന സ്വന്തം ഭൂമിയിൽ നിന്ന് എല്ലാം കൈവിട്ട് ഓടിപ്പോകേണ്ടി വന്ന മനുഷ്യരെ ചേർത്ത് വെച്ച് എഴുതിയതാണ് ആ നദിയോട് പേര് ചോദിക്കരുത്. വളരെ പ്രശസ്തനായ മുഹമ്മദ് ദർവീഷിൻ്റെ പാസ്പോർട്ട് എന്ന കവിതയിലെ ഒരു വരി കൂടിയാണ് ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന്. കുറച്ചുകൂടി പറഞ്ഞാൽ അധികാരത്തിൻ്റെ വേറൊരു പ്രയോഗമാണ്. നേരത്തെ ഇവിടെ അജയ് സാറോട് ഒരു ഇന്ത്യൻ ഭരണകൂടം എങ്ങനെയെന്നുള്ളത് കുറച്ചുകൂടി അടുത്ത റൗണ്ടിൽ അത് അദ്ദേഹം വിശദീകരിക്കുമെന്ന് കരുതുന്നു. അദ്ദേഹം ഭാഷയുടെയും ആ നോവൽ ചരിത്രത്തിൽ ബഷീറിൻ്റെ ശബ്ദത്തിലേക്കോ ഒക്കെ വന്നു പോയെങ്കിലും ഞാൻ അടുത്ത റൗണ്ടിൽ വരും. എൻ്റെ ഒരു ആദ്യഘട്ടം എന്ന നിലയിൽ അധികാരത്തിൻ്റെ ഒരു ഇന്ത്യൻ രൂപവും അതിൻ്റെ ഒരു ആഗോള ഭൂപടത്തിൽ എങ്ങനെയാണ് ഒരു ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിനെ ചേർത്ത് വെച്ച് എഴുതപ്പെട്ട ഒരു നോവൽ. തീർച്ചയായും അതിനെക്കുറിച്ച് ആ സംഘർഷ ഭൂമിയെ ഭാവന ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഒരു ആഖ്യാതാവ് തൻ്റെ മുൻ
എഴുത്തുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സന്നിഗ്ധാവസ്ഥയിൽ നിന്നുകൊണ്ടായിരിക്കും അതിനെ അഭിമുഖീകരിച്ചിട്ടുണ്ടാവുക എന്നുറപ്പാണ്. തീർച്ചയായും നമുക്ക് ആ സംഭാഷണത്തിലേക്ക്, ആ അധികാര പ്രയോഗങ്ങളുമായിട്ടുള്ള അഭിമുഖീകരണത്തിൻ്റെ ഇടയിൽ സംഭവിച്ച ആ ആഖ്യാനത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം എന്ന് തോന്നുന്നു. താങ്ക് യു ജോബിഷ്. എല്ലാവർക്കും നമസ്കാരം. ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന ഈ നോവലിലെ 2-3 വാചകങ്ങൾ വായിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാം. തടവറ. ലോകമെങ്ങും പീഡകർക്ക് ഒരേ മുഖം, അവരുടെ ആയുധങ്ങൾക്ക് ഒരേ മൂർച്ച, അവരുടെ നാവുകളിൽ സർപ്പവിഷം, അവരുടെ ദംഷ്ട്രകളിൽ ദംശനത്തിൽ ലോകത്തിൻ്റെ മുഴുവൻ മുറിവുകളും അപമാനവും നുരയും. മരണമാണ് അതിൽ ഭേദം. റോമാക്കാരൻ്റെ ചാട്ടവാറാണ് അവരുടെ പക. ഒന്ന് വീശിയാൽ അടിച്ചു മുറിച്ച് താറുമാറാകും ശരീരം മനസ്സും. ഇപ്പോൾ ജോബിഷ് എങ്ങനെയാണ് അധികാരം, ദുരധികാരം, അധികാരത്തിൻ്റെ ചാട്ടവാറടികൾ ലോകമെങ്ങുമുള്ള മനുഷ്യരുടെ മേൽ ആഞ്ഞു വീഴുന്നത്, ആഞ്ഞു പതിക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു നോവലായിട്ട് ആ നദിയെ വായിച്ചെടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇവിടെ പലസ്തീൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രതീകം മാത്രമാണ്. നമുക്കറിയാം, ഇന്ന് ലോകമെങ്ങും യുദ്ധങ്ങൾ നടക്കുന്നു, ലോകമെങ്ങും ജനങ്ങൾ പലായനം ചെയ്യുന്നു. നേരത്തെ അജയ് പറഞ്ഞു ഭാഷയുടെ അധിനിവേശം, അല്ലെങ്കിൽ നമ്മുടെ ആഖ്യാന രീതികളുടെ അധിനിവേശത്തിനെതിരെയുള്ള ഒരു പ്രതിരോധം, അതാണ് പലപ്പോഴും എഴുത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുസ്തകത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് സമകാലിക നോവലുകളിൽ അധികാര പ്രതിരോധം എന്നതാണല്ലോ വിഷയം. അതുകൊണ്ട് ഞങ്ങളുടെ ഈ 3 നോവലുകൾക്കപ്പുറം നമുക്കറിയാം, കാലാകാലങ്ങളായി മലയാളത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരുപാട് നോവലുകളിൽ ഈ അധികാരത്തിനെതിരെയുള്ള പ്രതിരോധം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈയിടെ നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട മുകുന്ദേട്ടൻ്റെ ഒരു പ്രസ്താവന എല്ലാവർക്കും വളരെ പ്രശ്നമുള്ളതായിട്ട് തോന്നുകയും, അതായത് നമ്മൾ ഭരണകൂടത്തോടൊപ്പം നിൽക്കണം എന്നുള്ള ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയപ്പോൾ, എഴുത്തുകാർ ഭരണകൂടത്തിനെതിരെയാണ് നിൽക്കേണ്ടത് അല്ലെങ്കിൽ അധികാരത്തിനെതിരെയാണ് നിൽക്കേണ്ടത് എന്നുള്ള ചർച്ചകളൊക്കെ നമ്മൾ മീഡിയകളിലെല്ലാം നടന്നു. ശരിക്കും അധികാരം നല്ലതുമാണ് ചീത്തയുമാണ്. അധികാരം ദുരധികാരമായി മാറുമ്പോഴാണ് അതിനെതിരെ നമ്മൾ നിലകൊള്ളേണ്ടത്. ചിലപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് അധികാരം നടത്തുന്ന അല്ലെങ്കിൽ ഭരണകൂടങ്ങൾ നടത്തുന്ന നല്ല പ്രവൃത്തികൾക്കൊപ്പം നിൽക്കണം എന്നുള്ള ഒരു കൽപ്പനയായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ 50 വർഷം മുമ്പ് എഴുതപ്പെട്ട നോവലിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, മനുഷ്യൻ്റെ ഓരോ തുള്ളി രക്തത്തിനും കിരീടങ്ങളെക്കാൾ വിലയുണ്ട് എന്ന്. അവിടെ തന്നെ അറിയാം മനുഷ്യ സ്നേഹം അല്ലെങ്കിൽ മാനവികതയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നന്മ എന്നുള്ളത്. അധികാരങ്ങൾക്കെതിരെ അദ്ദേഹത്തിൻ്റെ ഡൽഹി ഗാഥകളിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. തുർക്ക്മാൻ സ്ക്വയർ ശുദ്ധീകരിച്ചതിനെതിരെ എഴുതിയിട്ടുണ്ട്, അടിയന്തരാവസ്ഥക്കെതിരെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്കറിയാം സറ ജോസഫിൻ്റെ നോവലുകളിൽ ആദിയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, പ്രകൃതിയുടെ മേൽ അധികാരവും ഭരണകൂടങ്ങളും ഉൾക്കാഴ്ചയില്ലാത്ത നടപടികളിലൂടെ കുത്തകകൾ നടത്തുന്ന ത്തിനെതിരെ അല്ലെങ്കിൽ അധികാര നടപടികൾക്കെതിരെ ആദിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് മലയാളത്തിലെ നോവലുകൾ, ടി.ഡി. രാമകൃഷ്ണൻ്റെ സുഗന്ധി എന്ന ആണ്ടാൾ നായകിയിലും അതുപോലെ മാമ ആഫ്രിക്കയിലുമൊക്കെ ഇതുപോലെയുള്ള അധികാര പ്രയോഗങ്ങൾക്കെതിരെ കാണാം. അതുപോലെ ഒരുപാട് ദളിത് രചനകളിൽ പ്രദീപൻ പാമ്പരിക്കുന്നിൻ്റെ എരിയിൽ ഒരു പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനതകൾക്കെതിരെയുള്ള അങ്ങനെ പറഞ്ഞു പോയ ഒരുപാടുണ്ട്. നമുക്ക് ഇതിലേക്ക് വരാം. നമുക്കറിയാം, ഇപ്പോൾ ജോബിഷ് പറഞ്ഞു പലസ്തീനെക്കുറിച്ച് പറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് ലോകത്തിലെ ഏറ്റവും ദുഃഖഭരിതമായ മനസ്സുകളെക്കുറിച്ച് പറയുക എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ആട്ടിയോടിക്കപ്പെടുന്ന ജനതയെക്കുറിച്ച് പറയുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ദേശമില്ലാത്ത ആളുകളെക്കുറിച്ച് പറയുക എന്നുള്ളതാണ്. മഹമ്മൂദ് ദർവീഷ് എഴുതിയിട്ടുണ്ട്, ഐ ലേൺഡ് ഓൾ ദ വേർഡ്സ് ആൻഡ് ബ്രോക്ക് ദം അപ്പ് ടു ഫോം എ സിംഗിൾ വേർഡ് ഹോംലാൻഡ്. ഹോംലാൻഡ് ഇല്ലാത്ത മനുഷ്യരാണ്, അവർക്ക് ദേശമുണ്ടായിരുന്നു, ആ ദേശത്ത് നിന്ന് ഓടിക്കപ്പെട്ടവരാണ്. ഒരു നൂറ്റാണ്ടായി ആട്ടിയോടിക്കപ്പെട്ട ജനതയുടെ നൊമ്പരങ്ങൾ നമ്മൾ ലോക മനസ്സാക്ഷി കണ്ടുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും അവരുടേതായ പലസ്തീൻ കവികളുടെയും ഫിക്ഷൻ എഴുത്തുകാരുടെയും അല്ലെങ്കിൽ ചിന്തകരുടെയും എല്ലാം വരികളിൽ കൂടി നമ്മൾ പലസ്തീൻ്റെ ദുഃഖം പലപ്പോഴും വായിച്ചറിഞ്ഞിട്ടുണ്ട്.
2 ദശകത്തിലേറെ ഗൾഫിൽ താമസിച്ച ഒരാളെന്ന നിലയിൽ പലസ്തീനികളായവർ, ലെബനൻ, ജോർദാൻ നിവാസികൾ, സിറിയക്കാരും ഒക്കെ എൻ്റെ കൊളീഗ്സായിട്ടുണ്ടായിരുന്നു. അപ്പം പലസ്തീനിയായ എൻ്റെ സഹപ്രവർത്തകയുടെ ദുഃഖങ്ങൾ നേരിട്ട് കേട്ടറിഞ്ഞതിൽ നിന്നാണ് ഈ നോവൽ, ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന് പറയുന്ന ഈ നോവൽ തന്നെ പിറന്നത്. അതിലൊരു ജൂത കുടുംബത്തിൽ ചെന്ന് താമസിക്കുന്ന മലയാളിയായ ഒരു മെത്തപ്പേലത്ത് എന്ന് പറഞ്ഞാൽ കെയർ ഗിവർ. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് കെയർ ഗിവേഴ്സ് ഇപ്പം ഇസ്രായേലിലേക്ക് പോകുന്നുണ്ട്. നല്ല ശമ്പളം കിട്ടും. അവിടെയുള്ള പ്രായമായവരെയും അസുഖബാധിതരെയും ഒക്കെ പരിചരിക്കാൻ വേണ്ടിയാണ് അവർ പോകുന്നത്. അങ്ങനെയുള്ള ആയിരക്കണക്കിന് കെയർ ഗിവേഴ്സ് മലയാളികൾ ഇപ്പോൾ അവിടെയുണ്ട്. അങ്ങനെയുള്ള ഒരു നഴ്സിൻ്റെ കഥ പറഞ്ഞ് ഞാൻ തുടങ്ങിയതാണ്. അപ്പോൾ അവിടെ കാണുന്ന പലസ്തീനി ജീവിതം അവളുടെ കാഴ്ചപ്പാടിലൂടെ, റൂത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ ഞാൻ പകർത്തുകയായിരുന്നു. നമുക്കറിയാം ജെറുസലേമിനെ കുറിച്ച് പറയുക എന്നാൽ, ജെറുസലേം എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ നഗരമാണ്. പക്ഷേ കഴിഞ്ഞ നൂറ്റാണ്ടായിട്ട് നമുക്ക് ജെറുസലേമിൽ നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ 100 ഖണ്ഡങ്ങളായി തിരിക്കപ്പെട്ട, 3 മതത്തിൻ്റെ പേരിൽ 100 ഖണ്ഡങ്ങളായി തിരിക്കപ്പെട്ട ഒരു നഗരമായി, രക്തത്തിൻ്റെ നഗരമായി, അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ നഗരമായിട്ടൊക്കെ ജെറുസലേം മാറിയിരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ അവിടെ നിന്നും സ്വന്തം ഒലിവ് തോട്ടങ്ങളിൽ നിന്ന്, സ്വന്തം കുടുംബത്തിൽ നിന്ന്, സ്വന്തം പ്രിയപ്പെട്ടവരിൽ നിന്നെല്ലാം അടിച്ചിറക്കപ്പെട്ട അല്ലെങ്കിൽ പലായനം ചെയ്യപ്പെട്ട മനുഷ്യൻ്റെ വ്യഥകളിലൂടെ സഹൽ അൽഫാദി എന്ന എൻ്റെ കഥാപാത്രമായ ഒരു പലസ്തീൻ കവിയുടെ ജീവിതത്തിലൂടെ കടന്നു പോവുകയായിരുന്നു ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന് പറയുന്ന നോവൽ. അതിനുവേണ്ടി ഞാൻ ഉപയോഗിച്ച ഒരു പരിസരം എന്ന് പറഞ്ഞാൽ, അത് ചിലരൊക്കെ ഇങ്ങനെ പറയുണ്ടായി, എന്തുകൊണ്ടൊരു ജൂത കുടുംബത്തിൽ നിൽക്കുന്ന ഒരു ക്രിസ്ത്യാനിയായ ഒരു കെയർ ഗിവറുടെ കഥ പറഞ്ഞുകൊണ്ട് പലസ്തീൻകാരുടെ കഥ പറയുന്നുവെന്ന്. പലപ്പോഴും നമ്മൾ അവരുടെ എന്താ പറയുക, ആചാരങ്ങൾ, അനാചാരങ്ങൾ ഒക്കെ പൊളിച്ചെഴുതുന്നതിന് അവരുടെ തന്നെ ബിംബങ്ങൾ ഉപയോഗിക്കുകയാണ്. സുക്കോത്ത് എന്ന് പറയുന്ന ഒരു ഉത്സവത്തിൻ്റെ സമയത്താണ് ഒക്ടോബർ 7, 2023 ഹമാസിൻ്റെ ഒരു ആക്രമണം ഇസ്രായേൽ നേരിടുന്നത്. സുക്കോത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ആചാരപ്രകാരം കൂടാരം കെട്ടി 6 ദിവസം അവർ താമസിക്കുന്ന ഒരു ചടങ്ങാണ്. അല്ലെങ്കിൽ അതിന് അവർ ആട്ടിയോടിച്ച മനുഷ്യർ നൂറ്റാണ്ടുകളായി അല്ലെങ്കിൽ ദശകങ്ങളായി പലയിടങ്ങളിലും കൂടാരങ്ങളിൽ താമസിക്കുകയാണ്. അല്ലെങ്കിൽ കൂടാരങ്ങളിൽ ജലമില്ലാതെ, ഭക്ഷണമില്ലാതെ, മരുന്നുകളില്ലാതെ ഒക്കെ താമസിക്കുകയാണ്. അവരുടെ കുഞ്ഞുങ്ങൾ മരണമടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാമുള്ള ഒരു പ്രതിപ്രവർത്തനമായിട്ടാണ് ഒരു ഒക്ടോബർ 7 സംഭവിക്കുന്നത്. പക്ഷേ നമുക്ക് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു ഒക്ടോബർ 7 പലപ്പോഴും പലസ്തീൻ ഇസ്രായേൽ ചരിത്രം തുടങ്ങുന്നത് എന്നൊരു വീക്ഷണത്തിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെയാണ് അവരുടെ ഹനൂക്ക എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ, വെളിച്ചത്തിൻ്റെ ആഘോഷം എന്ന് പറയും. അത് പലസ്തീനികൾക്കെതിരെ സ്വന്തം നാട്ടിൽ തന്നെ കൂടാരം കെട്ടി താമസിക്കേണ്ടി വരുന്ന, ഇസ്രായേലി അരികിൽ അന്യരെ പോലെ കഴിയേണ്ടി വരുന്ന പലസ്തീനികൾക്കെതിരെ അവർ മിസൈൽ പായിക്കുന്നവരാണ് വെളിച്ചത്തിൻ്റെ ആഘോഷം കൊണ്ടാടുന്നത്. ആ രീതിയിലുള്ള പല എന്താ പറയുക, ദ്വന്ദ്വ ഭാവങ്ങൾ, ഞങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് അവർ പറയുന്ന പ്രസ്താവത്തിൽ പറയുന്ന മിത്തിനെ പൊളിച്ചെഴുതാൻ വേണ്ടി അവരുടെ മിത്ത് തന്നെ ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ ആചാരങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നടത്തിയ ഒരു പ്രതിരോധമാണ്, എൻ്റെ ഭാഷയിൽ നടത്തിയ ഒരു പ്രതിരോധമാണ് ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന് പറയുന്ന നോവൽ. നമുക്കറിയാം, നമ്മളിപ്പം കഴിഞ്ഞ ഈ തീവ്രമായ അധിനിവേശത്തിൻ്റെ ആ സംഭവങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ മുതൽ കാണുന്നതിന്, ഒരു 15 മാസങ്ങളിലൂടെ നമ്മൾ കാണുന്നതിനൊക്കെ 2 വർഷം മുമ്പാണ് ഈ നോവൽ എഴുതിയത്. അതിലൂടെ കടന്നു പോകുന്നതിന് വേണ്ടി ഒരുപാട് മാനസികമായും ഉള്ള ഒരുക്കങ്ങളൊക്കെ നടത്തേണ്ടി വന്നു. കാരണം അത്രയും തീക്ഷ്ണമായ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ, അത്രയും സെൻസിറ്റീവായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പഠിച്ചൊരുങ്ങിയതിന് ശേഷം മാത്രമാണ് ആ ജനതയുടെ സങ്കടങ്ങൾ അല്പമെങ്കിലും നമുക്ക് അനുഭവിക്കുന്ന രീതിയിൽ ചേർത്ത് വെക്കാൻ എനിക്ക് സാധിച്ചത്. ഇനി പിന്നീട് പറയും. നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ അധികാരത്തിൻ്റെ പലയിടങ്ങളിലെ പ്രയോഗങ്ങളെക്കുറിച്ച് കൂടിയാണ് 1ാം ഘട്ടത്തിലെ ചർച്ച എന്നുള്ളത്. ഫ്രാൻസിസ് നൊറോണയിലേക്ക് വന്നാൽ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഏറ്റവും രാഷ്ട്രീയ ജാഗ്രതയുള്ള മലയാളത്തിലെ എഴുത്തുകാരനാണ്. ആ രാഷ്ട്രീയ ജാഗ്രതയ്ക്കൊപ്പം ഏറ്റവും ഭാവതീവ്രമായി, ഏറ്റവും കാവ്യാത്മകമായ മൊഴികളിലൂടെ ആണ് അദ്ദേഹം പ്രവേശിച്ചത്. ഒരു തീരദേശ ജനതയുടെ അതുവരെ അടയാളപ്പെടുത്താതെ പോയ മനോലോകങ്ങളെ ഒക്കെ ആവിഷ്കരിച്ച അദ്ദേഹം ഒരുപക്ഷെ വേറൊരു തരത്തിൽ അധികാര പ്രയോഗത്തിന്
തൻ്റെ സർഗാത്മകത പോലും വിധേയമാവുകയും അതിൻ്റെ ഭാഗമായി പിന്നീട് എഴുതാൻ വേണ്ടിയിട്ട് സമ്പൂർണമായി എല്ലാ സർക്കാരിൻ്റെ സംവിധാനങ്ങൾക്കകത്തു നിന്ന് പോലും പിൻവാങ്ങിയ ഒരാളാണ്. കഥാപാത്രങ്ങളാണെങ്കിൽ, അദ്ദേഹം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങളാണെങ്കിൽ മതത്തിൻ്റെ അധികാരത്തിനകത്ത് സ്വാതന്ത്ര്യപ്പെടാനുള്ള എല്ലാ അവസരങ്ങളെയും നിഷേധിക്കപ്പെടുകയും ആ ഇടങ്ങളിൽ നിന്ന് പാലപ്പുഴ പോലത്തെ ഒരു മണ്ണിൽ ക്രിസ്തീയതയുടെയും കമ്മ്യൂണിസത്തിൻ്റെയും ഒക്കെ വളക്കൂറുള്ള മണ്ണിൽ നിന്ന് അവിടുത്തെ ജനത എങ്ങനെയാണ് ഈ അധികാരത്തോടുള്ള വിനിമയത്തിൽ അവരുടെ അസ്തിത്വം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്, അതിനെന്തൊക്കെയായിരുന്നു തടസ്സങ്ങൾ എന്നൊക്കെയുള്ള അന്വേഷണം അദ്ദേഹം കഥകളിലും നോവലുകളിലും. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു നോവലിൻ്റെ പേര് തന്നെ അശരണരുടെ സുവിശേഷം, അവർക്കും സുവിശേഷമുണ്ട് എന്ന് കാണിക്കണം. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ നോവൽ ഇപ്പോൾ ഇറങ്ങിയത് മുടിയറകൾ എന്ന ഈ നോവലാണ്. ഇതിൻ്റെ കവറ് പോലും വന്നപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ വന്നിരുന്നു. തീർച്ചയായും ഈ നോവലും അദ്ദേഹം തൻ്റെ സമൂഹത്തിന് നേർക്കുണ്ടായിട്ടുള്ള പലതരം അധികാരത്തിൻ്റെ ആഖ്യാനങ്ങൾക്കകത്ത് എങ്ങനെയാണ് മനുഷ്യൻ തൻ്റെ അസ്തിത്വം അന്വേഷിക്കുന്നത് എന്ന കാര്യം തന്നെയാണ് മുടിയറകളും ഒരുപക്ഷെ കക്കുകളിയിൽ നിന്നൊക്കെ നീട്ടിവെക്കപ്പെട്ട ആഖ്യാനമാണിത് എന്ന് നമുക്ക് പറയാം. ഫ്രാൻസിസ് നൊറോണയെ ആ ലോകങ്ങളിലേക്ക്, അതിൻ്റെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ചേർത്ത് വെച്ച് സംസാരിക്കാൻ ക്ഷണിക്കും. പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹം. ജീവിതത്തിൽ അധികാരവും പ്രതിരോധവും പറഞ്ഞു തുടങ്ങി. സാഹിത്യത്തിലെ അധികാരവും പ്രതിരോധത്തിലേക്കും വരാമെന്ന് ഞാൻ വിചാരിക്കുന്നു. തുടർന്ന് എൻ്റെ നോവലുകളിൽ എങ്ങനെയാണത് പ്രതിഫലിക്കുന്നതെന്ന് പറയാം. ഒരു 10 മിനിറ്റ് എടുക്കും എന്ന് മോഡറേറ്ററുടെ ഒരു മുൻകൂർ അനുവാദം വാങ്ങിയിട്ടുണ്ട്. ഒരു 2ാം റൗണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. നമുക്കറിയാം, അധികാരത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് എന്ന് പറയുന്നത്, അതൊരു നിശ്ചിതമായ ഇടത്തിൽ നിന്നാണ് ഒരു അധികാരം വരുന്നത്. അധികാരത്തിനൊരു അധികാര പരിധിയുണ്ട്. മോദിയുടെ അധികാരം എന്ന് പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. അതുപോലെ പിണറായിയുടെ അധികാരം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു അപ്പോൾ അത്തരത്തിൽ അധികാരത്തിന് ഒരു ഇടമുണ്ട്, അധികാര പരിധിയെ നിശ്ചയിക്കുന്ന ഒരിടം. രണ്ടാമത്തേതെന്ന് പറയുന്നത് അതിനൊരു ബലപ്രയോഗം ഉണ്ടെന്നുള്ളതാണ്. അത് ഏത് രീതിയിലുള്ള ബലപ്രയോഗമാണെന്ന് വിശദീകരിക്കാനുള്ള സമയമില്ല. എങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ഈ 2 കാര്യങ്ങളുണ്ട് അധികാരത്തിന്. അധികാരം ഒരു ഇടത്തിൽ ഒതുങ്ങി നിൽക്കുന്നു, അധികാരത്തിനൊരു ബലപ്രയോഗമുണ്ട്. അത് മനുഷ്യരെ, ഈ അധികാരം കൈയാളുന്ന ആളുടെ താല്പര്യങ്ങൾക്കും അയാളുടെ നിക്ഷിപ്തമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വിധേയപ്പെട്ട് അവർ ഈ അധികാര പരിധിയിലേക്ക് വന്നു അയാളുടെ കീഴാളനായിട്ട് കഴിയുക എന്നുള്ള ഒരു ബലപ്രയോഗം ഉണ്ട്. അത് ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിലുമുണ്ട്. നമ്മളത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു പല രീതിയിലും. എന്താണ് പ്രതിരോധം? അതിനു മുമ്പ് ഈ അധികാരം എന്ന് പറയുന്നത് പല രീതിയിൽ നമ്മളുടെ ചുറ്റുപാടുകളിലുമുണ്ട്. നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സ്ത്രീകളാണെങ്കിൽ പുരുഷാധികാരം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇടത്തിൽ അധികാരത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, അതിനോടുള്ള പ്രതിരോധങ്ങളുമായിട്ട് സ്ത്രീകൾക്ക്. അപ്പോൾ നമ്മൾ പുരുഷാധികാരത്തെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കുന്നുണ്ട്. ജാതീയത വരുമ്പോൾ നമുക്ക് സവർണാധികാരമുണ്ട്. മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ വരുമ്പോൾ പൗരോഹിത്യ അധികാരം മതത്തിൻ്റെ ഒരു അധികാര പരിധിയിൽ വരുന്നുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് കുറച്ചുകൂടെ ശക്തിയാർജിച്ചു വന്ന ഒരു പ്രത്യേകതരം ഒരു അധികാരമാണ് ഈ മാധ്യമ അധികാരം. വാട്ട് വി തിങ്ക്, നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്, നമ്മളെങ്ങനെ ജീവിക്കണം എന്നൊക്കെയുള്ള തീരുമാനം മാധ്യമങ്ങൾ നടത്തുന്ന, മാധ്യമങ്ങളുടെ ഒരു ഹിജഡൻ അജണ്ട പോലെയുള്ള ഒരു മാധ്യമാധികാരമുണ്ട്. അങ്ങനെ നിരവധിയായ അധികാരങ്ങളുടേതായ നിരവധി മുഖങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യരുടെ സങ്കീർണമായ ജാതിമത അടിമത്ത സമ്പ്രദായങ്ങൾ അധികാരത്തിന് അനുകൂലമായ ഘടകങ്ങളാണ്. ഈ അധികാരം ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോകാനായിട്ട് അവരെ സഹായിക്കുന്നതെന്ന് പറയുന്നത് മനുഷ്യരുടെ സങ്കീർണമായ ജാതിമത അടിമത്ത സമ്പ്രദായങ്ങളാണ്.
മനുഷ്യരുടെ അനിയന്ത്രിതമായ ഉപഭോഗങ്ങളും ആസക്തികളും അഭിനിവേശങ്ങളും അതിൽ നിന്നുളവാകുന്ന അധിനിവേശങ്ങളുമാണ് അധികാരത്തിൻ്റെ നിലനിൽപ്പ്. ഇതൊക്കെ നമ്മളൊരു ഡെഫിനിഷൻ പോലെ പഠിച്ചു പോകുന്നതാണ്. നമുക്ക് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാനിതിങ്ങനെ വായിച്ചു പോകുന്നത്. ഞാൻ പറയാൻ പോകുന്ന വിഷയം അതല്ല, അതിലേക്ക് വരാൻ വേണ്ടിയാണ് ഇത് ആമുഖമായി സൂചിപ്പിക്കുന്നത്. എന്താണ് പ്രതിരോധം? ജീർണതയ്ക്ക് വിധേയപ്പെട്ട ഭൗതികതയിൽ നിന്നും അനശ്വരതയ്ക്ക് കടപ്പെട്ട മനുഷ്യജന്മത്തെയും അതിൻ്റെ ഉടമയായ മനുഷ്യനെയും സ്ഥലകാല അധികാരങ്ങളിൽ നിന്നും മോചിപ്പിച്ചെടുക്കാനുള്ള മാർഗങ്ങളാണ് പ്രതിരോധം. ഞാൻ വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, സ്ഥലകാല അധികാരങ്ങളിൽ നിന്നും അവനെ മോചിപ്പിച്ചെടുക്കണം. ഏത് അധികാരമാണെങ്കിലും അതിനൊരു സ്ഥല പരിമിതിയുണ്ട്, ആ സ്ഥലകാല പരിമിതിയുണ്ട്. ആ സ്ഥലകാല പരിമിതിയിൽ നിന്നും മനുഷ്യനെ മോചിപ്പിച്ചെടുക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ അധികാരവും പ്രതിരോധവും. ഈ ജീവിതത്തിലെ അധികാരവും പ്രതിരോധവും തന്നെയാണ് സാഹിത്യത്തിലേക്ക് വരുമ്പോഴും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്തുകൊണ്ടെന്നാൽ കാലത്തോടും ജീവിതത്തോടും സംവദിക്കുന്നതാണ് ആവിഷ്കാരങ്ങളെല്ലാം. മാനവിക മൂല്യങ്ങളും മനുഷ്യാവകാശങ്ങളും നഗ്നമായി ലംഘിക്കുകയും ഭരണകൂടം അസഹിഷ്ണുത വിതച്ച് സാമുദായിക ധ്രുവീകരണത്തിൻ്റെ രാഷ്ട്രീയ വിളവ് ആസൂത്രിതമായി കൊയ്തെടുക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യരുടെ പ്രതികരണത്തിനും പ്രതിരോധത്തിനും ഒപ്പം നിൽക്കുകയും അവനെ സഹായിക്കുകയും ചെയ്യുന്നതാണ് സാഹിത്യം. അങ്ങനെ സാഹിത്യത്തിന് വലിയൊരു ഡെഫിനിഷനുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാരണം അല്ലെങ്കിൽ ഒരു ടൂൾ എന്ന് പറയുന്നത് സാഹിത്യമാണ്. നമ്മൾ കേവലം കാൽപ്പനികതയ്ക്കപ്പുറം അതിനിങ്ങനെ ഒരു വലിയൊരു മാനമുണ്ട്. നിങ്ങൾക്കറിയാൻ പറ്റും, എല്ലാ വിപ്ലവങ്ങളുടെയും അടിസ്ഥാനപരമായ തുടക്കമെന്ന് പറയുന്നത് സാഹിത്യം പാകിയ വിത്തുകളിൽ നിന്നാണ്. ഫ്രഞ്ച് വിപ്ലവം എടുക്കുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകും. തോമസ് പെയിൻ എഴുതി പ്രസിദ്ധീകരിച്ച ലഘുലേഖകളാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് തുടക്കം കുറിച്ചതെന്നറിയാം. അതൊരു സാഹിത്യത്തിൽ നിന്നാണ് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങുന്നത്. അങ്ങനെ ഏതൊരു സമൂഹത്തിൻ്റെ ഈ അടിമത്തത്തിൽ നിന്നുമുള്ള പ്രതിരോധത്തിൻ്റെ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാകുമ്പോൾ, സ്വാതന്ത്ര്യ സമരങ്ങൾ ഉണ്ടാകുമ്പോൾ സാഹിത്യത്തിന് അവിടെ ഒരു നിർണായക പങ്കുണ്ട്. സ്ഥലവും കാലവും ചുറ്റുപാടുകളും സഹജീവികളും തീർക്കുന്ന പ്രതിസന്ധികളെ ജീവിതം കൊണ്ട് പ്രതിരോധിക്കുന്നവരുടെ കഥകളും നിലപാടുകളും വഴികളുമാണ് സാഹിത്യം കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് സാഹിത്യം പ്രതിരോധമായി മാറുന്നത്. നമുക്ക് മുന്നിൽ അത്തരം ഒരുപാട് പ്രതിരോധങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഷീല ടോമിയുടേതും അജയ് പി മങ്ങാടിൻ്റെയും പുസ്തകങ്ങളിലെ പ്രതിരോധങ്ങളെക്കുറിച്ച് പറഞ്ഞു. പ്രാന്തവൽക്കരിക്കപ്പെട്ട പെൺമ തങ്ങളുടെ കീഴാളത തിരിച്ചറിയുകയും അതിനെതിരെ പ്രതിരോധിക്കുകയും ചെയ്യുകയാണ് അലാഹയുടെ പെൺമക്കൾ എന്ന നോവലിൽ നിന്ന് ഒരു വളരെ പ്രശസ്തനായ ശ്രീ KS രവികുമാർ എന്ന് പറയുന്ന നിരൂപകനും ഗ്രന്ഥകർത്താവും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒട്ടനവധി പ്രതിരോധങ്ങൾ നമ്മളുടെ സാഹിത്യത്തിൽ ഉടനീളമുണ്ട്. അതിനെക്കുറിച്ച് എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു. എനിക്ക് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, ഈ സാഹിത്യത്തിന് ഒരു അധികാര സ്വഭാവമുണ്ട്. സാഹിത്യത്തിന് ഒരു അധികാര സ്വഭാവമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യമേ ഞാൻ സൂചിപ്പിച്ചു, ഈ അധികാരം എന്ന് പറയുന്നത് ഒരു ഇടത്തിൽ നിന്ന് ആ ഇടത്തിൻ്റെ ഒരു വലിയൊരു സർക്കിള്, ഒരു ചുറ്റുവട്ടം വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ അധികാരം പ്രകടിപ്പിക്കുകയും അത് നമ്മളെ കീഴടക്കുകയും ചെയ്യുന്നതെന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. ഞാൻ മോദിജിയുടെ ഉദാഹരണം പറഞ്ഞു, പിണറായിയുടെ ഉദാഹരണം പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് സാഹിത്യം ഒരു ഇടത്തിൽ നിന്നും അതിൻ്റെ അധികാരം കാണിക്കുന്നത്? നമുക്കറിയാം, കേരളം എന്ന് പറയുന്നത് 3 ലെയറായിട്ടാണ് കിടക്കുന്നത്. മലനാട്, ഇടനാട്, തീരം. ഈ 3 ലെയറുകൾക്കുള്ളിലും മലയാള ഭാഷയ്ക്ക് നിരവധി വൈവിധ്യവും അതിൻ്റെ ഭൂമികയ്ക്ക് പ്രകൃതിപരമായിട്ട് ഒരുപാട് സവിശേഷതകളുമുണ്ട്. എന്നാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ സാഹിത്യം കടന്നു വന്ന വഴികളിലൂടെ നമ്മൾ സൂക്ഷ്മമായി സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്ന് പറയുന്നത്, ഈ സാഹിത്യ ഇടത്തിലെ അധികാരി എന്ന് പറയുന്നത് ഇടനാട്ടിലാണ് അവൻ അതിൻ്റെ അധികാരം സ്ഥാപിച്ചിട്ടുള്ളത്. ഇടനാടാണ് മലയാള സാഹിത്യത്തിൻ്റെ അധികാര കസേര വലിച്ചിട്ട് അതിൽ കയറി ഇരുന്നിട്ടുള്ളത് ഇടനാടാണ്.
നമ്മൾ ഒട്ടനവധി കൊട്ടിഘോഷിക്കുന്നതും നമ്മൾ ആഘോഷിക്കുന്നതുമായ നമ്മൾ മഹാന്മാരെന്ന് വിളിക്കുന്നവരുമായിട്ടുള്ള പ്രമുഖ സാഹിത്യകാരന്മാരെല്ലാം ഈ ഇടനാടിൻ്റെ മണ്ണിൽ നിന്നും ഈ ഇടനാടിൻ്റെ നദിയോരം ചേർന്നുള്ള ഭൂമികയിൽ നിന്നുമുള്ള ആളുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം ഈ ഇടനാട് ഇങ്ങനെ സാഹിത്യത്തിൻ്റെ അധികാരി ആയി മാറുമ്പോൾ തമസ്കരിക്കപ്പെട്ടു പോകുന്ന 2 ലെയറുകളാണ് തീരവും മലനാടും. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, ഈ ഇടനാട്ടിൽ നിന്നും തീരത്തെക്കുറിച്ചും മലനാടിനെക്കുറിച്ചും രചനകൾ ഉണ്ടായിട്ടില്ലേ? അത് ഈ ഇടനാടിൻ്റെ അധികാര പരിധിയിൽ നിന്നുള്ള എത്തിനോട്ടങ്ങൾ മാത്രമായിരുന്നു. അതായത് ഈ ഇടനാട്ടിൽ നിന്നുള്ള സാഹിത്യകാരന്മാർ തീരത്തെയും മലനാടിനെയും നോക്കിക്കണ്ട് എഴുതിയിട്ടുള്ള അപൂർവം രചനകൾ ഒഴികെ ബാക്കി സാഹിത്യത്തിൻ്റെ ഈ സർവാധികാരം മുഴുവൻ ചവിട്ടി ഊന്നി നിന്നുകൊണ്ട് എഴുതിയിട്ടുള്ളത് ഈ ഇടനാടും ഇടനാട്ടിലെ സാഹിത്യകാരന്മാരുമാണ്. ഇത്തരം ഒരു സർവാധികാര പ്രവണതയെ പൊളിച്ചെഴുതാൻ വേണ്ടിയാണ് എൻ്റെ തീരത്ത് നിന്നും അശരണ സുവിശേഷം പോലുള്ള രചനകളുമായിട്ട് ഞാൻ മുന്നോട്ട് വന്നത്. ഇത് ഈ സാഹിത്യത്തിൻ്റെ സർവാധികാരത്തിനെതിരെയുള്ള എൻ്റെ പ്രതിരോധമാണ്. എൻ്റെ തീരഭാഷയെ ഞാൻ എഴുതുന്നത്, അത്തരം എൻ്റെ തീരഭാഷയെ ഞാൻ എഴുതുന്നത് അശരണ സുവിശേഷം എന്ന് പറയുന്ന നോവലിലൂടെ ആണെങ്കിൽ അത് കക്കുകളിയും തൊട്ടപ്പനും പെണ്ണാച്ചിയും ഇരുൾരതിയും പോലുള്ള കഥകളിലൂടെ ഞാൻ പറഞ്ഞു വരുന്നു. അത് ഇടനാട്ടിൽ നിന്നുള്ള നോട്ടമല്ല, അതെൻ്റെ തീരമണ്ണിൽ നിന്നും ഉപ്പിൻ്റെ ഉറപ്പുള്ള ലവണാംശമുള്ള എൻ്റെ നെയ്തൽ മണ്ണിൽ കാലൂന്നി നിന്നുകൊണ്ട് ഈ ഇടനാട്ടിൻ്റെ സർവാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഞാൻ എഴുതിയ രചനകളാണ് അശരണ സുവിശേഷം. അവിടെ നിന്ന് ഒരു തൊട്ട് അപ്പുറത്തേക്ക് മാറിയിട്ടാണ് ഈ മുടിയറകൾ എന്ന് പറയുന്ന എൻ്റെ 2ാമത്തെ കൃതി. നോവൽ എന്ന് പറയുന്നതിൽ ഞാൻ മാസ്റ്റർ പീസ് എഴുതിയിട്ടുണ്ട്, മഞ്ഞപ്പുസ്തകം എഴുതിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ നമ്മുടെ ചർച്ചയ്ക്ക് വരുന്ന നോവൽ എന്ന രീതിയിൽ മുടിയറകൾ എൻ്റെ 2ാമത്തെ ഘട്ടമാണ്. ഈ 2ാമത്തെ ഘട്ടത്തിൽ ഞാൻ എൻ്റെ തീരമണ്ണിൽ നിന്നും എഴുതുക മാത്രമല്ല, എൻ്റെ തീരമണ്ണിൽ നിന്നും ഈ ഇടനാട്ടിലേക്കൊരു ആക്രമണവും പ്രത്യാക്രമണവും ഒരു അധിനിവേശവും ഞാൻ നടത്തുന്നു. ഇതിന് എനിക്ക് എൻ്റെ തീരമണ്ണിൽ നിന്നുകൊണ്ട് ഈ നോവൽ വായിക്കുമ്പോഴറിയാം, ഈ എൻ്റെ തീരമണ്ണിൽ നിന്നുകൊണ്ട് എൻ്റെ തീരജനതയിലെ ഏറ്റവും ശക്തമായ ഒരു കഥാപാത്രത്തെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് മുടിയറകളിൽ നിന്ന് ഞാൻ ഇടനാട്ടിലേക്ക് പ്രവേശിക്കുന്നത്. ഞാൻ ഇടനാട്ടിലേക്ക് പ്രവേശിച്ച് മുടിയറ എഴുതുമ്പോൾ എൻ്റെ തീരമണ്ണിൽ നിന്നുള്ള ഇടനാട്ടിലേക്കുള്ള ഒരു എത്തിനോട്ടമല്ല മുടിയറകൾ. അത് മുടിയറകൾ എന്ന് പറയുന്ന നോവൽ ഇടനാട്ടിൻ്റെ മണ്ണിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഞാൻ എഴുതുന്നത്. അത് എത്രത്തോളം ശരിയായിട്ടുണ്ടെന്നുള്ളതും അത് എത്രത്തോളം യാഥാർത്ഥ്യമായിട്ടുണ്ടെന്നുള്ളതും വായനക്കാരനാണ് തീരുമാനിക്കേണ്ടതെങ്കിലും ഈ എഴുതുന്നതിനൊപ്പം ഞാനും ഒരു വായനക്കാരനായതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും, എൻ്റെ ഇടനാട്ടിലേക്കുള്ള എൻ്റെ ആക്രമണവും എൻ്റെ അധിനിവേശവുമാണ് മുടിയറകൾ. അവിടം കൊണ്ട് മാത്രം തീരുന്നില്ല, എനിക്കിനിയും ഈ 3ാമത്തെ ലെയറായ മലയോരത്തിലേക്കും കടക്കേണ്ടതുണ്ട്. നോവൽ വായിക്കുമ്പോൾ അറിയാം, ഈ തീരമണ്ണിൽ നിന്ന് തുടങ്ങി ഇടനാട്ടിലേക്ക് വന്ന് ഞാൻ അവിടുന്ന് മലയോരത്തിലേക്ക് പോകുന്നുണ്ട്. ഈ മലയോരത്തിലേക്ക് പോകുന്നത് എൻ്റെ തീരത്തു നിന്നുള്ള എത്തിനോട്ടങ്ങളായിട്ടല്ല ഞാൻ പോകുന്നത്, ആ മലയോരത്തിലേക്ക് ഞാൻ പോയിട്ട് ആ മണ്ണിൽ നിന്നാണ് ഞാൻ എഴുതുന്നത്. അപ്പം അത്തരം ഇടനാടിന് മലയാള സാഹിത്യ ഭാഷയിൽ പല രീതിയിൽ പലവിധമായിട്ടുള്ള ഒരു വലിയൊരു സർവാധികാരത്തിൻ്റെ അധീശത്വമുണ്ട് എന്ന് ഞാൻ പറയുകയാണ്, ഉറക്കെ പറയുകയാണ്. ആ സർവാധികാരത്തിൻ്റെ അധീശത്വം എന്ന് പറയുന്നത് സൃഷ്ടികളിൽ മാത്രമല്ല, സൃഷ്ടികൾക്ക് നൽകുന്ന പുരസ്കാരങ്ങളിലും ആ സൃഷ്ടികൾ മാനിക്കപ്പെടുന്നതിലും ആ സൃഷ്ടികൾ ഘോഷിക്കപ്പെടുന്നതിലും ഈ ഇടനാടിൻ്റെ സർവാധികാരമുണ്ട്. ആ സർവാധികാരത്തിൻ്റെ തണലിൽ പെട്ടുപോയിട്ട് ഈ തീരവും മലനാടിനെയും അവർ അപ്രസക്തമാക്കുന്ന രീതിയിൽ ഇടനാടിൻ്റെ സർവാധികാരം ശക്തമാണ്. ഇതിന് കാരണമെന്ന് പറയുന്നത് ഈ തീരമണ്ണിലും മലനാട്ടിലും ജീവിക്കുന്നവർ തന്നെയാണ്. എൻ്റെ നാട്ടിൽ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് നിങ്ങൾ കടലോരവാസിയാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നാഷണൽ ഹൈവേക്ക് പടിഞ്ഞാറുള്ളവരാണ് തീരദേശവാസികളെന്നാണ്. നാഷണൽ ഹൈവേക്ക് പടിഞ്ഞാറ് ചെന്നിട്ട് ചോദിക്കും, നിങ്ങൾ തീരദേശവാസിയാണോ എന്ന് ചോദിക്കുമ്പോൾ പറയും, ഇല്ല ഞങ്ങൾ ഇടനാട്ടുകാരാണ്, തീരദേശ റോഡിൻ്റെ അപ്പുറം പടിഞ്ഞാറുള്ളവരാണെന്ന് പറയും. ഇനിയിപ്പോൾ നമ്മൾ തീരദേശ റോഡിൻ്റെ പടിഞ്ഞാറ് വശത്ത് എന്ന് ചോദിക്കുമ്പോൾ പറയും, അയ്യോ ഞങ്ങൾ ഇടനാട്ടുകാരാണ്, കടലോരം ചേർന്ന് ജീവിക്കുന്നതാണ് ആളുകളാണ് ഇത്. അപ്പോൾ ഈ തീരദേശത്ത് മലയോരത്ത് ഇതുപോലെ തന്നെയാണ്, കാടിൻ്റെ ഒരേ അതിരി വെച്ചിട്ട് അവർ പറയും അവർ മലയോരവാസികളാണ്, ഞങ്ങൾ അങ്ങനെയല്ല എന്ന് പറയും.
അപ്പോൾ ഇതുപോലെ എന്തുകൊണ്ടാണിത്? ഇത് ഇടനാടിൻ്റെ സർവാധികാരത്തിൻ്റെ കീഴിൽ കീഴാള ജനതയെപ്പോലെ അടിമപ്പെട്ടു പോയ ഈ 2 ലെയറുകൾ അവരുടെ അടിമബോധം പേറിയിട്ടാണ് അവരെ തന്നെ മാറ്റി, അവരെ തന്നെ പറയാനായിട്ട് മടിക്കുന്ന, മുഖ്യധാരയിലേക്ക് വരാനായിട്ട് മടിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ തീരമണ്ണിൽ നിന്നും മലയാള സാഹിത്യത്തിൻ്റെ തിരുമുറ്റത്ത് എനിക്കും എന്തെങ്കിലും നടാനും അത് വളർന്നു പന്തലിക്കുന്നത് കാണാനുമുള്ള ഈ കഴിവ് ഈ എൻ്റെ തീരമണ്ണിനുണ്ട് എന്ന് ഉച്ചത്തിൽ ഉറക്കെ ഘോഷിച്ചുകൊണ്ടാണ് ഞാൻ അശരണയുടെ സുവിശേഷവും മറ്റ് കക്കുകളി, തൊട്ടപ്പൻ, പെണ്ണാച്ചി, ഇരുൾരതി പോലുള്ള കഥകളുമായിട്ട് മുന്നോട്ട് വരുന്നത്. എൻ്റെ 2ാം ഘട്ടം എന്ന് പറയുന്നത് ഇടനാട്ടിലേക്കുള്ള എൻ്റെ ആക്രമണവും എൻ്റെ അതീശത്വവുമാണ്. അത് ഞാൻ മുടിയറകളിലൂടെ എഴുതി വച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മലനാടിനെ കുറിച്ച്, മലനാട്ടിലേക്കും എൻ്റെ ഈ പ്രയാണം ഉണ്ടാകും. അതിൻ്റെ തുടർച്ചയെന്നോണം ഞാൻ മുടിയറകളിൽ അതിൻ്റെ സൂചനകളും നൽകുന്നു. നിറം പിടിപ്പിച്ച കഥ എന്ന് പറയുന്ന കഥ മാതൃഭൂമിയിൽ വന്ന് വായിച്ചിട്ടോളൊക്കെ അറിയാം, ഞാൻ മലനാട്ടിലേക്കും കടന്നു പോകുന്നു. അങ്ങനെ ഈ ഒരു ക്രീമിയിലെ അല്ലെങ്കിൽ ഇതിന് മഹത്വമുള്ള ഈ ഇടനാടിൻ്റെ ലെയർ പൊളിക്കുക എന്നുള്ള ഒരു അജണ്ട കൂടി എൻ്റെ തീരമണ്ണിൻ്റെ എഴുത്തിനുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഫ്രാൻസിസ് നൊറോണ, നമ്മൾ ഒരു പൗരോഹിത്യത്തിൻ്റെ അധികാരത്തെക്കുറിച്ച് പറയും എന്നതിലേക്കാണ് ഞാൻ മൈക്ക് കൈമാറിയതെങ്കിലും അതിഗംഭീരമായ ചില രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് കൂടിയാണ് അദ്ദേഹം തൻ്റെ സംഭാഷണം തുറന്നു വെച്ചത്. കേരളത്തിൻ്റെ ഭൂപടത്തിൽ ചില പ്രത്യേക അധികാര കേന്ദ്രങ്ങളിലേക്കുള്ള തൻ്റെ ആക്രമണമാണ് തൻ്റെ ഓരോ വാക്യങ്ങൾ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. തീർച്ചയായും എഴുത്ത് ഒരു സമരോത്സുകമായ ഒരു പ്രവൃത്തിയാണ് എന്നാണ് ഫ്രാൻസിസ് നൊറോണ നമ്മളോട് സംസാരിച്ചത്. നമ്മുടെ വിഷയം അധികാര പ്രതിരോധം എന്നതായിരുന്നു. ഇപ്പോൾ സമകാലിക നോവലുകളിൽ എന്നതുകൊണ്ട് കൂടിയായത് തന്നെ ഞാൻ അവസാന ഘട്ടം എന്ന നിലയിൽ അജയ് പി മാങ്ങാട്ട് നമുക്കറിയാം, ലോക വായനാ ഭൂപടത്തിലെ നിരന്തര വിനിമയം ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ നിന്നും എഴുത്തിൽ നിന്നും ലേഖനങ്ങളിൽ നിന്നൊക്കെ നമുക്കത് നിത്യേനെ നാം അനുഭവിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഈ നോവലിൽ തന്നെ ഉള്ളൊരു വാക്യമുണ്ട്, ഇത്രയധികം ദുർമരണങ്ങളുണ്ടായിട്ടും വെടിയുണ്ടകളുണ്ടായിട്ടും ഒക്കെ എന്തുകൊണ്ടാണ് മനുഷ്യന് ഈ കാരാഗ്രഹങ്ങളോടും കഷ്ടതകളോടും ഒക്കെ ഇത്രയും അനുരാഗമുണ്ടായിത്തീരുന്നത് എന്നത്. തീർച്ചയായും അത് തങ്ങൾക്കുമേൽ പതിക്കുന്ന അധികാരത്തോടുള്ള പ്രതിരോധം എന്ന നിലയിൽ കൂടിയാണ്. സമീപകാല ലോക നോവൽ ഭൂപടത്തിലെ ആഖ്യാനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അല്ലെങ്കിൽ ആഹ്ലാദം നൽകുന്നത് എന്ന നിലയിൽ കൂടി ഈ ശീർഷകത്തെ ചേർത്ത് വെച്ചുകൊണ്ട് സംസാരിക്കാൻ 2ാം ഘട്ടം എന്ന നിലയിൽ അദ്ദേഹത്തോട് ആവശ്യപ്പെടുക. ഈ നോവൽ എന്നുള്ളത് നമ്മുടെ ഒരു സാമ്പ്രദായികമായ രീതിക്ക് പുറത്തേക്ക് പോയിട്ട് കുറേ അധികം കാലമായി. അതായത് ഇപ്പോൾ എസ്സേ നോവൽ എന്നുള്ള പോലും പറയുന്ന രീതിയിലുള്ള എഴുത്തുകൾ ഉണ്ട്. ഞാൻ ഈയിടെ ഒരു പുസ്തകം വായിച്ചത്, അതൊരു നോവലാണ് എന്ന് പറയാൻ പറ്റത്തില്ല. റോളോ റോമിക് എന്ന് പറഞ്ഞൊരു അമേരിക്കൻ ജേർണലിസ്റ്റിൻ്റെ ബുക്കാണ് ഐ ആം ഓൺ ദി ഹിറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. അത് ഗൗരി ലങ്കേഷിൻ്റെ വധവുമായി ബന്ധപ്പെട്ട് ആ വധം, ഗൗരി ലങ്കേഷിൻ്റെ രക്തസാക്ഷിത്വം ഉണ്ടായ ഒരു സാഹചര്യത്തെ കുറിച്ച് അമേരിക്കക്കാരനായിട്ടുള്ള ഒരു ജേർണലിസ്റ്റ്, ഒരു പ്രോസ് റൈറ്റർ, അയാൾ ഇന്ത്യ വർഷങ്ങളായിട്ട് താമസിക്കുന്ന ആളാണ്. അപ്പോൾ ബാംഗ്ലൂരിലെ ഗൗരി ലങ്കേഷ് പോകുമായിരുന്ന പുസ്തകശാലകൾ കേന്ദ്രീകരിച്ച് തുടങ്ങിയ അന്വേഷണം, അത് ഇങ്ങനെ സൗത്ത് ഇന്ത്യയുടെ മുഴുവൻ ഒരു കൾച്ചറൽ ലാൻഡ്സ്കേപ്പിലേക്ക് വ്യാപിക്കുന്നതാണ് ഐ ആം ഓൺ ദി ഹിറ്റ് ലിസ്റ്റ് എന്നുള്ള ബുക്ക് വായിക്കാൻ പോകുന്നത്. അതൊരു നോൺ ഫിക്ഷനാണ്. പക്ഷേ അത് നമ്മുടെ ഒരു മാറിയ കാലത്ത് നമ്മളൊരു നോവലോ ഒരു കഥയോ ഒക്കെ വായിക്കുന്നതിനേക്കാൾ ഉൾക്കിടലത്തോടു കൂടി അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഒരു നമ്മുടെ മനസ്സിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് കേരളത്തിൻ്റെ പൗരാണിക ചരിത്രത്തിലേക്ക് ഈ റോമിക്കിൻ്റെ അന്വേഷണം പോകുന്നുണ്ട്. അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പോകുന്നു. തമിഴ്നാട്ടിലെ അടുക്കളകളെക്കുറിച്ചാണ് പുള്ളി എഴുതുന്നത്, കുക്കിംഗ്, ഭക്ഷണത്തെക്കുറിച്ചാണ് എഴുതുന്നത്. അത് പിന്നെ ശരിക്കും ഒരു ഫിക്ഷൻ എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മളൊരു നോവൽ എങ്ങനെയാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു തരത്തിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രോസിലാണ് അത് എഴുതുന്നത്.
ആ പുസ്തകത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ അവസാനിക്കുന്നത് ഒരു നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വാചകത്തോടു കൂടിയാണ്. അത് അദ്ദേഹം പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഒരു ലാൻഡ്സ്കേപ്പ്, ഒരു പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് 2014 ശേഷം എങ്ങനെയാണ് മാറിപ്പോയത്. ഈ റോമിക്ക് ഒരു മുസ്ലിം സ്ത്രീയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ അമേരിക്കക്കാരനാണ്, എനിക്ക് എൻ്റെ ഒരു പാസ്പോർട്ടിൻ്റെ ഒരു ബലമുണ്ട്, എൻ്റെ നിറത്തിൻ്റെ ഒരു ബലമുണ്ട്, പക്ഷേ എൻ്റെ ഭാര്യയുടെയും അവരുടെ ബന്ധുക്കളുടെയും ആ കുടുംബാംഗങ്ങളുടെയൊക്കെ ഒരു സുരക്ഷ ഓർത്തിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ആശങ്കയുണ്ട്. ഈ പുസ്തകം എഴുതുമ്പോഴും എൻ്റെ ഒരു ബലം, ഒരു ഇന്ത്യക്കാരന് ഇങ്ങനത്തെ ഒരു പുസ്തകം എഴുതാൻ അത്ര എളുപ്പമായിരിക്കില്ല. ഞാനൊരു വിദേശി ആയതുകൊണ്ട് എനിക്ക് ഈ പുസ്തകം എഴുതാനുള്ള ഒരു ഇതുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ യാത്രയിൽ അദ്ദേഹം ഒരുപാട് ധീരന്മാരായ മനുഷ്യന്മാരെ കണ്ടുമുട്ടുന്നുണ്ട്. ഇതിന് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു മരണത്തെ പേടിക്കുക. ഗൗരി ലങ്കേഷിലാണ് തുടങ്ങുന്നത്. ഗൗരി ലങ്കേഷിൻ്റെ ജീവിതം തന്നെ ഒരു കഥ പോലെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. കാരണം ഗൗരി ലങ്കേഷിൻ്റെ പത്രം ശരിക്കും അവർ മരിക്കാൻ നേരത്ത് 10,000 കോപ്പി പോലും ഇല്ല. മൊത്തം അവർ അച്ചടിക്കുന്ന കോപ്പി 10,000 കോപ്പി പോലും. അവർ പരസ്യമില്ലാതെ പത്രം ഇറക്കിക്കൊണ്ടിരുന്നത് ഒരു ജേർണലിസ്റ്റാണ്. ആക്ടിവിസ്റ്റ് ജേർണലിസ്റ്റ് എന്നാണ് അവർ സ്വയം അവരെ വിശേഷിപ്പിക്കുന്നത്. 15 രൂപയ്ക്കാണ് ആ പത്രം വിറ്റുകൊണ്ടിരുന്നത്. അത് അവർ മരിക്കുന്ന സമയമാകുമ്പോൾ അതിനകത്ത് 6,000-7,000 കോപ്പി അത് അടിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു വളരെ ദുർബലമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു ബാംഗ്ലൂരിലെ സിറ്റിയിലെ ഒരു സ്ത്രീ എങ്ങനെയാണ് അധികാരശക്തികൾക്ക് ഇത്രയും ഭയം തോന്നുന്ന, അവരില്ലാതാക്കണം എന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് പോയി എന്ന് നമ്മൾക്ക് അതാണ് ഈ പുസ്തകം ശരിക്കും പറഞ്ഞാൽ പുസ്തകം എഴുതാനുള്ളൊരു കാരണം. അതാണ് എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമായിട്ടാണ് ഞാനത് പറയാൻ കാരണം. അതിനകത്ത് ഈ അധികാരത്തിൻ്റെ ഒരു സംഗതി, നമ്മുടെ സമകാലിക ലോകം എങ്ങനെയാണ് റൈറ്റിങ്ങിൽ അതിനകത്തൊരു സാമ്പ്രദായികമായിട്ടുള്ള ഒരു കഥ പറഞ്ഞ് അത് പൊലിപ്പിച്ച് അത് അവസാനിക്കുന്ന രീതിയിലല്ലാതെ അതിനകത്ത് എല്ലാ ഫോമിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എസ്തർ കിങ്സി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജർമ്മൻ റൈറ്റർ ഉണ്ട്. അവർ ഇറ്റലിയിൽ 1977 ഭൂകമ്പത്തെക്കുറിച്ച് റോംബോ എന്ന് പറഞ്ഞ പേരിലൊരു നോവൽ എഴുതിയിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലേക്ക് അത് പരിഭാഷപ്പെടുത്തി വന്നിട്ടുണ്ട്. ആ റോംബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭൂകമ്പം ഉണ്ടാകുന്നതിന് മുന്നേ മണ്ണിൽ ഈ ഭൂമിക്കടിയിൽ നിന്ന് വരുന്ന ഒരു തരം മുഴക്കം, ഇരമ്പം എന്നൊക്കെ പറയാം. അതിനാണ് ഈ റോംബോ, അതിനൊരു ഇറ്റാലിയൻ വാക്കാണ് ഈ റോംബോ എന്നുള്ളത്. അവർ ആ പുസ്തകം എഴുതിയിരിക്കുന്നത് ഈ 77-ലെ ഇറ്റലിയിലെ മലയോര മേഖലയിലുണ്ടായ ഭൂകമ്പത്തിൽ 1000-ലേറെ ആളുകൾ മരിച്ചുപോയി. ആ പ്രദേശത്തെ ഒരു 3 ഗ്രാമങ്ങൾ അപ്പാടെ ഇല്ലാതായിപ്പോയി. അപ്പോൾ ഈ ഭൂകമ്പകാലത്ത് ഈ 1977-ലെ ഭൂകമ്പത്തിൽ നിന്ന് സർവൈവ് ചെയ്ത അതിജീവിച്ച 7 പേര് 10-30 വർഷത്തിന് ശേഷം അവരുടെ ഒരു സ്മരണ പറയുന്ന രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത്. പക്ഷെ അതൊരു ഡോക്യുമെൻ്ററി സ്വഭാവമാണുള്ളത്. ഓരോരുത്തരും വന്നു നിന്ന് അവർ ഈ ഭൂകമ്പത്തിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ആ സമയത്തെ അവരുടെ അനുഭവം പറയാം. ഓരോരുത്തരും വന്നിങ്ങനെ പറയുന്നു. അതിനിടയിൽ കുറച്ച് സയൻസ് വരുന്നു, ഈ ഭൂകമ്പവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്രീയമായിട്ട് ചില സംഗതികൾ വരുന്നു. അതുകൂടാതെ ഓതർ ഇടയ്ക്ക് കയറി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. ശരിക്കും നമ്മുടെ ഒരു ശീലം വെച്ചിട്ടാണെങ്കിൽ നമ്മളതൊരു നോവൽ എന്നുള്ള രീതിയിൽ വായിക്കത്തില്ല. പക്ഷേ അത് ഈ പറഞ്ഞ രീതിയിൽ വലിയ തോതിൽ നമ്മളെ ഒലയ്ക്കുന്ന രീതിയിലുള്ള ഒരു കൺഫെഷണൽ റൈറ്റിംഗ് മോഡ്, അല്ലെങ്കിൽ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് നിന്നിട്ട് ഡോക്യുമെൻ്ററിയിൽ ആളുകൾ എങ്ങനെയാണ് അവരുടെ അനുഭവങ്ങൾ പറയുന്നത്, അതുപോലെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു വലിയൊരു മാറ്റത്തിൻ്റെ ഇത് മാത്രമൊന്നുമല്ല. ഈ ലോകത്തിലെ ഏത് ഭാഷയിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നമുക്കിപ്പോൾ ഈ ട്രാൻസ്ലേഷൻ വളരെ സജീവമായതുകൊണ്ട് കിട്ടാറുമായിട്ടുണ്ട്. ഞാൻ ഈ നേരത്തെ നമ്മൾ ആദ്യത്തെ സംസാരത്തിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അധികാരം എന്നുള്ള അത് വളരെ സൂക്ഷ്മതലത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ പറഞ്ഞു അതിന് ഒരു നല്ലൊരു അധികാരം, ചീത്ത അധികാരം എന്നൊരു സംഗതി ഇല്ല വാസ്തവത്തിൽ. നിങ്ങൾ അധികാരം പ്രയോഗിക്കുമ്പോൾ നിങ്ങളത് ആരെങ്കിലും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് പ്രയോഗിക്കുന്നത്. അധികാരം നിങ്ങൾ ആരെങ്കിലും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അധികാരം ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കതിനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതിനെ ന്യായീകരിക്കാനോ വേറെ കാരണം ഇത് പ്രയോഗിക്കുന്നവർ അവർക്കൊരു ന്യായമുണ്ട് ആ പ്രയോഗത്തിൽ. ഇപ്പോൾ ദേഹം എന്ന നോവലിൽ അതിൽ നരേറ്റ് ചെയ്യുന്ന ആ സംഭവത്തിന് ആധാരമായ 2 സംഭവങ്ങൾ ശരിക്കും നടന്ന സംഭവങ്ങളാണ്. ഒന്ന് സൊഹ്റാബുദ്ദീൻ ഷെയ്ഖിൻ്റെ വ്യാജ ഏറ്റുമുട്ടൽ കേസാണ്. സൊഹ്റാബുദ്ദീൻ ഷെയ്ഖ് വ്യാജ ഏറ്റുമുട്ടൽ കേസാണ്. അതിൽ ഗുജറാത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കം നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കം പ്രതികളായ കേസാണ്.
ഈ പറഞ്ഞ അമിത്ഷായെ അതിൽ കുറ്റവിമുക്തനാക്കി ഈ ബാക്കിയുള്ള ഈ സ്റ്റേറ്റ് പോലീസിലെ ഉന്നതന്മാരടക്കം പ്രതികളായ കേസ് 2018 മറ്റോ സുപ്രീം കോടതി തീർപ്പാക്കുകയും ചെയ്തു. ഈ പ്രതികളെല്ലാം വിട്ടയച്ചുകൊണ്ട്. ഈ കേസിലെ ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷൊഹ്റാബുദ്ദീൻ ഷെയ്ഖ് ഒരു ഗുണ്ടയാണ്, ഒരു പ്രാദേശിക ഗുണ്ടയാണ്. വലിയ അടിപിടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു ചട്ടമ്പിയാണ്. ഗുജറാത്തിലെ ഒരു അഹമ്മദാബാദിലെ ഒരു ചട്ടമ്പിയാണ്. അയാൾ ഒരു കാലത്ത് ഇവരുടെ ഒരു ഹിറ്റ്മാൻ ആയിരുന്നു, ഭരണകൂടത്തിൻ്റെ ഒരു ഹിറ്റ്മാൻ ആയിരുന്നു. പിന്നീട് അവരുമായിട്ട് ഉടക്കി കഴിയുമ്പോൾ അയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ഫേക്ക് എൻകൗണ്ടർ ആസൂത്രണം ചെയ്യുകയാണ്. ഇത് കുറച്ച് പഴയ കേസായതുകൊണ്ടാണ് ഞാനിത് കാരണം പബ്ലിക് മെമ്മറിയിൽ നിന്ന് പോയി ഈ സാധനം. ഇയാളെ ഒരു രാത്രി ഇയാൾ ഒരു സ്ഥലത്ത് പോയിട്ട് വരുമ്പോൾ ഇയാളെ ഒരു ബസ്സിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ശരിക്കും ഉണ്ടായ കാര്യമാണ് ഞാൻ പറയുന്നത്. ബസ്സിൽ നിന്ന് അറസ്റ്റ് ചെയ്യും. ഈ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇയാളെ ഒറ്റയ്ക്ക് പിടികൂടാൻ വേണ്ടി പോലീസ് കാത്തു നിന്ന് പിടിക്കുകയാണ്. ആ സമയത്ത് ഈ പോലീസ് വിചാരിക്കാത്ത ഒരാളും കൂടെ ഈ ഷെയ്ഖിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് അയാളുടെ ഭാര്യയായിരുന്നു, ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അയാളുടെ കൂടെ. അപ്പോൾ ഈ സ്ത്രീയെ ഇവർക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഇവർ പറഞ്ഞു, നിങ്ങൾ പൊക്കോ, ഞങ്ങൾ ഇയാളെ കൊണ്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർ ഭയങ്കര ബഹളം ഉണ്ടാക്കി. ഇല്ല, ഞാൻ ഇയാളെ കൂടാതെ എങ്ങോട്ടും പോകത്തില്ല, ഇത് എൻ്റെ ഭർത്താവാണ്, എൻ്റെ ഭർത്താവിൻ്റെ കൂടെ വരുന്നു. ഇവർ ഒച്ചയും ബഹളം ഉണ്ടാക്കിയപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോവാണ്. ഇവർ ഭയങ്കരമായി ഇത് ചെറുത്ത് നിന്നതുകൊണ്ട് ഇവരെ ആ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പിന്നെ ഇവരെക്കുറിച്ച് യാതൊരു വിവരമില്ല. ഒരുപാട് ഈ സൊഹ്റാബുദ്ദീൻ ഷെയ്ഖിൻ്റെ വ്യാജ എൻകൗണ്ടറും അതുപോലെ തന്നെ ഗുജറാത്തിലെ കലാപത്തിന് ശേഷം നടന്ന പല സംഗതികളും സംബന്ധിച്ച് ഒരുപാട് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട്സ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഏജൻസികൾ അന്വേഷിച്ചിട്ടുണ്ട്, പോലീസ് തന്നെ അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷേ അവരാരും ഈ സ്ത്രീക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് അവർ കണ്ടുപിടിക്കാൻ പറ്റില്ല. പോലീസിൻ്റെ FIRലൊന്നും ഈ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ സൊഹ്റാബുദ്ദീൻ ഷെയ്ഖിൻ്റെ കേസിൻ്റെ FIRൽ ഒരിടത്തും അയാളുടെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന് പറയുന്നില്ല. ഈ രീതിയിൽ നമ്മുടെ ഡോക്യുമെൻ്റ് ചെയ്യപ്പെടാതെ പോയ ഒരാളെ ഒരു ഫിക്ഷൻ്റെ ഒരു കഥാപാത്രമാക്കി, അതാണ് അതിൻ്റെ ഒരു ഞാൻ പറഞ്ഞിട്ട് ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് അതാണ്. പക്ഷെ അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ മാത്രം ഇതല്ല. കാരണം വെച്ചാൽ ഏത് ലോകത്തിലെ ഏത് രാജ്യത്തും ഇതേ വികാരമാണ് ഇതിനകത്ത് പ്രയോഗിക്കപ്പെടുന്നത്. തീർച്ചയായും ദേഹം വായിച്ചവർക്ക് ചാലിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ജമീലയെക്കുറിച്ച് ഓർമ്മിക്കാൻ പറ്റും. പിന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ അവരെക്കുറിച്ച് എഴുതുന്നത് അവരുടെ കഴുത്ത് അറുത്ത് പിന്നീട് അവരെ കത്തിച്ച് ഭസ്മമാക്കി വെള്ളത്തിലൊഴുക്കി. പക്ഷെ അവൾ പിന്നീട് ഒരു ചൂണ്ടയിൽ എന്ന പോലെ തന്നെ കൊളുത്തി സ്മരണകളുടെ കരയിലേക്ക് എറിഞ്ഞു എന്നാണ് അദ്ദേഹം എഴുതിയത്, അജയേട്ടൻ എഴുതിയത്. തീർച്ചയായും ഇന്ത്യൻ ഈ സാഹചര്യങ്ങളിലൂടെ ഒക്കെ ചേർത്ത് വെച്ച് ഈ നോവൽ വായന ഇനി ഒരുപക്ഷെ അത് വേറൊരു പുതിയ എന്താ പറയുക വെളിച്ചങ്ങൾ ആ വായനയിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ കരുതുന്നു. ഇനി ഓഡിയൻസിനുള്ള അവസരമാണ് ഈ 3 പേരോടുള്ള ചോദ്യങ്ങൾക്ക്. വളരെ ചോദ്യം എന്ന നിലയിൽ മാത്രമുള്ള വാക്യങ്ങൾ കൊണ്ട് വളരെ സൂക്ഷ്മമായിട്ട് ആ ചോദ്യത്തിലേക്ക് വരിക. ഞാൻ പ്രമോദ് ഇരുമ്പുഴി. കുറച്ച് കാലമായിട്ട് പ്രാദേശിക പദങ്ങൾ ഇങ്ങനെ തേടുന്ന ഒരു പണി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഞാൻ ഇങ്ങനെ തേടുന്നതിനിടയിൽ തീരദേശ ഭാഷയുമായി ബന്ധപ്പെട്ട ചില വാക്കുകൾ കിട്ടിയപ്പോൾ പലപ്പോഴും മലയാളത്തിലെ ഭാഷയിൽ നിന്ന് ഒരുപാട് വ്യത്യാസമായിട്ടുള്ള തലത്തിലേക്കുള്ള വാക്കുകൾ നിരവധിയായിട്ട് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അതിനിടയിൽ മുടിയറകൾ എന്നുള്ള പുസ്തകം വായിച്ചിട്ടില്ല. പക്ഷേ ഇതിനിടയിൽ 2 പുസ്തകങ്ങൾ D. അനിൽകുമാറിൻ്റെ കടപ്ര പാസ എന്നൊരു പുസ്തകവും അതുപോലെ ജെയ്സൺ സെബാസ്റ്റ്യൻ്റെ ഞാങ്ങ നീങ്ങ എന്ന് പറയുന്ന, ഒന്ന് തിരുവനന്തപുരത്തിൻ്റെ തീരഭാഷയിലുള്ളതും ഒന്ന് കൊല്ലം ജില്ലയിലുള്ള തീരദേശ ഭാഷയുടെ വ്യത്യസ്തമായ പദങ്ങൾ നിഘണ്ടു തലത്തിൽ എഴുതപ്പെട്ട പുസ്തകമാണ്. അപ്പോൾ അതിലൊക്കെ പലപ്പോഴും നേരത്തെ ഫ്രാൻസിസ് നൊറോണ പറഞ്ഞ പോലെ നമ്മൾക്ക് ഒരിക്കലും സാധാരണക്കാരനായ ഈ മറ്റു ഇടനാടിലോ മലനാടിലോ കാണാത്ത ഒരുപാട് അനുഭവങ്ങൾ അവരുടെ ഭാഷയിൽ കാണാനായിട്ട് പറ്റും. കടപ്പുറവുമായിട്ടും കടലുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അനുഭവങ്ങളും വാക്കുകളും നമ്മുടെ മുഖ്യധാര ഭാഷയിൽ തീരെ ഉപയോഗിക്കാണ്ടില്ലാത്ത ഒരുപാട് പദങ്ങൾ. കാരണം അവരുടെ ജീവിതം 90% കടലിലാണെന്നുള്ളതുകൊണ്ട് അവിടെയുമായി ബന്ധപ്പെട്ട ധാരാളം പദങ്ങളാണ് നമ്മളതിൽ കണ്ടെത്താനായിട്ട് പലപ്പോഴും സാധിച്ചത്. അപ്പോൾ അത്തരം ആശയങ്ങൾ ധാരാളം ഈ മുടിയറകളിൽ വരുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു അനുഭവങ്ങൾ നോവലിൽ വരുന്നതിൽ വലിയ സന്തോഷം തോന്നി. എന്തായാലും അഭിനന്ദനം അറിയിക്കും. ചോദ്യത്തിനുള്ള ഒരു സന്ദർഭമായിട്ട് ഇതിനെ ഉപയോഗിക്കണം. അതവിടെ ഒരാൾ മൈക്ക്
ഫ്രാൻസിസ് നൊറോണയുടെ പിന്നെ പ്രതിപാദനം വളരെ മനോഹരമായിരുന്നു. അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം എനിക്ക് തോന്നുന്നു, ഒരു പക്ഷേ ഈ 3 ലെയറിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇതിൽ നടുക്കുള്ള ലെയർ ഇടനാട്, യഥാർത്ഥത്തിൽ അതിൻ്റെ ആധിപത്യത്തെക്കുറിച്ച് പരോക്ഷമായിട്ടാണ് താങ്കൾ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് അതൊരു സവർണ നാട് എന്നുള്ള, സവർണ ആധിപത്യം എന്നുള്ള ഒരു സെൻസിലാണ് താങ്കൾ ഉദ്ദേശിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം മലയാള സാഹിത്യം എന്ന് പറഞ്ഞാൽ അത് ഈ സവർണ ഹിന്ദു, സവർണ ക്രിസ്ത്യൻ സാഹിത്യമായിട്ട് പരിഗണിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ നായർ സാഹിത്യത്തിൻ്റെ കുലപതിയെ മലയാള സാഹിത്യത്തിൻ്റെ കുലപതിയായിട്ട് ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ചോദ്യത്തിലേക്ക് വരണം. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്നിട്ടുള്ള ഈ മലയാള സാഹിത്യത്തിലുള്ള ഈ ജാതി വംശീയ ആധിപത്യത്തെ തിരിച്ചറിയാനും യഥാർത്ഥത്തിൽ എല്ലാ ബഹുജനങ്ങളുടെയും സാഹിത്യത്തെ, മലയാള സാഹിത്യത്തിൻ്റെ അതിൻ്റെ ജീവിതത്തിൻ്റെ സ്പന്ദനങ്ങളെ, തുടിപ്പുകളെ, ആശങ്കകളെ മലയാള സാഹിത്യത്തിലേക്ക് കൊണ്ടുവരുവാനുമുള്ള ഒരു ചിന്ത ഈ പരിപാടി നമുക്ക് ഉൽപ്പാദിപ്പിക്കുമോ? താങ്കൾ എന്ത് തോന്നുന്നു? ഇതൊരു ഫ്രാൻസിസ് നൊറോണക്കുള്ള അഭിനന്ദന സന്ദർഭമായിട്ടല്ല, നിങ്ങൾ ചോദ്യങ്ങൾ എന്ന നിലയിൽ ഈ 3 പേരെ ഉപയോഗിക്കണം. അഭിനന്ദനത്തോട് സന്തോഷം. ഈ സെഷൻ ഇനി ആരും ചോദ്യം ചോദിക്കുന്നില്ലെന്ന് തോന്നുന്നു. ഫ്രാൻസിസ് നൊറോണയോട് ഒരു 5 മിനിറ്റ് കൂടി ഉപയോഗിക്കാൻ പറ്റുമോ? സമയമായോ? ഓക്കെ, സമയമായി. നമ്മുടെ വിഷയം അധികാര പ്രതിരോധം സമകാലിക നോവലുകളിൽ എന്നായിരുന്നു. തീർച്ചയായും ഇവരുടെയൊക്കെ എഴുത്ത് ഒരുതരം അധികാര പ്രയോഗത്തിന് വിധേയരാവുന്ന മനുഷ്യരോടുള്ള ഐക്യപ്പെടലാണ്. ഷീല ടോമി ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവലിന് എഴുതിയ ആമുഖ വാക്യത്തിൽ ഒരു ഭാഗം വായിച്ച് ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കാം എന്ന് കരുതുന്നു. എന്തുകൊണ്ട് ആ നദി എന്ന് ചോദിച്ചാൽ ഇത് ഒരണിചേരലാണ്. അത് ഇവിടെ ഉള്ള 3 നോവലിനും ബാധകമാണ് എന്ന് ഞാൻ കരുതുന്നു. വർഗീയ ഭരണകൂടങ്ങൾ വംശഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന ലോകത്തിലെ എല്ലാ ജനതകളോടുമുള്ള ഐക്യദാർഢ്യപ്പെടലാണ് അത്. സമഗ്രാധിപത്യത്തിന് കീഴിൽ ശ്വാസം മുട്ടുന്നവരോടുള്ള മനസ്സിണങ്ങലാണ്. ഉന്മൂലനത്തിൻ്റെ മുനമ്പിൽ നിൽക്കുന്നവരെ തിരിച്ചറിയലാണ്, ചേർത്തുപിടിക്കലാണ്. ലോക പോലീസും പാശ്ചാത്യ ലോകവും പലപ്പോഴും മൗനം പാലിക്കുമ്പോൾ, വേട്ടക്കാരന് കോപ്പുകൾ നൽകുമ്പോൾ, മനുഷ്യാവകാശ പ്രവർത്തകരുടെ ശബ്ദങ്ങൾ കേവലം വനരോധനങ്ങളായി മാറുമ്പോൾ, നമ്മുടെ രാജ്യത്തിനുള്ളിലും ബുൾഡോസറുകൾ ഉരുളുമ്പോൾ ചെറുത്തുനിൽപ്പുകൾ തുടരുമെന്നും പ്രതീക്ഷകൾ അസ്തമിക്കില്ലെന്നുമുള്ള അടയാളപ്പെടുത്തലുകൾ. തീർച്ചയായും എഴുത്തുകാർ നമ്മളുടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എന്ത് ധർമ്മമാണ് നിർവഹിക്കുന്നത് എന്ന ചോദ്യത്തിനു കൂടിയുള്ള ഉത്തരം കൂടിയാണ് ആ ആമുഖത്തിലെ ഈ വാക്യം. ഇത്രയും നേരം ഈ KLF-ൻ്റെ അധികാര പ്രതിരോധം സമകാലിക നോവലുകൾ എന്ന ശീർഷകത്തെ മുൻനിർത്തിയുള്ള ഈ ചർച്ചയ്ക്ക് സന്നിഹിതരായ മുഴുവൻ മനുഷ്യരെയും അല്ലെങ്കിൽ മുഴുവൻ മനുഷ്യർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.